ഓം ശാന്തി. ജ്ഞാനസാഗർ ഓൾമൈറ്റി ശിവബാബ, ഞാൻ ആത്മാവിനോട് പറയുന്നു, അശരീരിയാകൂ, ഡ്രിൽ ചെയ്യൂ. ദിവസവും എത്ര പ്രാവശ്യം സാധിക്കുന്നുവോ അത്രയും ഈ ആത്മീയ ഡ്രിൽ ചെയ്യൂ. ഈ അഭ്യാസത്തിലൂടെ അവസാന സമയം അശരീരിയാകുന്നതിൽ സഹായകമാകും. ഈ ഡ്രിൽ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അശരീരിയാകാൻ പരിശ്രമം ആവശ്യമാവുകയില്ല, നാച്ചുറലാകും. ആവശ്യമുള്ളപ്പോൾ അശരീരിയാവുന്നു, ആവശ്യമുള്ളപ്പോൾ ശരീരത്തിലേക്ക് വരുന്നു. ഈ സ്ഥൂല ലോകത്തിൽ നിന്നും അകന്നുപോയി ഞാൻ ആത്മസ്മൃതിയിൽ സ്ഥിതമാകുന്നു. ഞാനൊരു പ്രകാശ സ്വരൂപ ആത്മാവാണ്. ഞാൻ ആത്മാ ശാന്തസ്വരൂപമാണ്. ഞാൻ എൻ്റെ സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ ആത്മാവിൻ്റെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതമാകുന്നതോടെ ശരീരവും ശാന്തമാകുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്, ഏതുപോലെ ആത്മശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ഞാൻ ചേതനാത്മാ വേറെ, സ്ഥൂല ശരീരം വേറെ. ശരീരം തീർത്തും ശാന്തമാണ്. ഡെഡ് സൈലൻസ്, അശരീരി സ്ഥിതി. അശരീരി സ്ഥിതിയിൽ ഞാൻ ആത്മാ ശാന്തി സാഗര ബാബയുടെ ഓർമ്മയിൽ മഗ്നമായിരിക്കുന്നു. ജീവിച്ചിരിക്കെ അശരീരിയായി എനിക്ക് സത്യശാന്തിയുടെ അനുഭവമുണ്ടാകുന്നു. സെക്കൻഡിൽ സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, അശരീരിയാകുന്നു. അശരീരിയായി ഞാൻ ആത്മാവും പരമാത്മാവും മിലനം ചെയ്യുന്നു. ഈ ഡ്രിൽ ഞാൻ മുഴുവൻ ദിവസവും ഇടയ്ക്കിടെ ചെയ്യുന്നു. ഈ അഭ്യാസത്തിലൂടെ കർമാതീത സ്ഥിതിയുടെ അനുഭവമുണ്ടാകുന്നു. സങ്കൽപ്പം ചെയ്തു ഞാൻ അശരീരിയാകുന്നു. ഒരു സെക്കൻഡിൽ സർവ്വതും മറന്ന് അശരീരിയാകുന്നു. അല്പം പോലും ശാരീരിക ബോധമില്ല. ഈ ആത്മീയ ഡ്രിൽ ആത്മാവിനെ ശക്തിശാലിയാക്കുന്നു, പവിത്രമാക്കുന്നു. ബാബ പറയുന്നു, ഈ സഭയിൽ ബാഹിർമുഖിയായിരിക്കരുത്, ബാബയുടെ ഓർമ്മയിലിരിക്കണം. ബന്ധുമിത്രാദികളെ ഓർമ്മിക്കുന്നതിലൂടെ വായുമണ്ഡലത്തിൽ വിഘ്നമുണ്ടാക്കും. എൻ്റെ ആത്മീയ ഡ്രിൽ ബുദ്ധിയുടേതാണ്. ഞാൻ പ്രിയതമയായി മാറി പ്രിയതമനെ ഓർമ്മിക്കുന്നു. ഇതിൻ്റെ സൂചനയാണ് മന്മനാഭവ. മനുഷ്യർ ശാരീരിക ഡ്രിൽ പഠിപ്പിക്കുന്നു.
ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മങ്ങളെല്ലാം ഭസ്മമായി പോകുന്നു. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും വികർമാജീതാകുന്നു. ഇത് ആത്മാവിൻ്റെ ഡ്രില്ലാണ്, ശരീരത്തിൻ്റെതല്ല. നടക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിലിരിക്കണം. ഇത് ആത്മീയ ഓർമ്മയാണ്. ഞാനിപ്പോൾ സ്വർഗവാസിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയിൽ നിന്നും സദാ സുഖത്തിൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ദ്രസഭയാണ്. ഇവിടെ ജ്ഞാനമഴ പെയ്യിക്കുന്ന ഇന്ദ്രൻ ശിവബാബയാണ്. ബാബ മനുഷ്യ ശരീരത്തിൽ വന്ന് ജ്ഞാനമഴ പെയ്യിപ്പിക്കുന്നു. ഇത് ജ്ഞാനമാന സരോവരമാണ്. ജ്ഞാനസാഗര ബാബ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ സഹായിയായി മാറുന്നു. ഡ്രാമയുടെ ജ്ഞാനത്തെ ബുദ്ധിയിൽ വെച്ച് ഞാൻ നിശ്ചിന്തരായി മാറുന്നു. ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഞാൻ നിർമോഹിയായി മാറുന്നു. ബാബയിലൂടെ എനിക്ക് വ്യാഴദശയാണ്. രാഹുവിൻ്റെ ഗ്രഹണം ബാധിക്കാതെ സംരക്ഷിക്കുന്നു. ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ ജ്ഞാനദാനത്തിലൂടെ സമാപ്തമാക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സ്വയത്തിൻ്റെ ടെൻഷനിൽ അറ്റൻഷൻ നൽകി വിശ്വത്തിൻ്റെ ടെൻഷൻ സമാപ്തമാക്കുന്ന വിശ്വമംഗളകാരിയാകുന്നു. വിസ്തരിക്കുന്നതിനു പകരം സാരരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സങ്കൽപ്പങ്ങളുടെ എണ്ണം ചുരുക്കി സങ്കൽപ്പങ്ങളെ ഗുണമുള്ളതാക്കുന്നു. സ്വന്തം ടെൻഷനിൽ അറ്റൻഷൻ നൽകി വിശ്വത്തിലെ അനേക പ്രകാരത്തിലെ ടെൻഷൻ സമാപ്തമാക്കി വിശ്വമംഗളകാരിയാകും. ആദ്യം തൻ്റെ സേവനം, പിന്നീട് മറ്റുള്ളവരുടെ സേവനം സ്വതവേ നടന്നുകൊള്ളും. യോഗത്തിൻ്റെ അനുഭൂതി ചെയ്യണമെങ്കിൽ ദൃഢതയുടെ ശക്തിയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കൂ. ഓം ശാന്തി.